ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. യുവർ ഓണർ, ഈ കേസിന്റെ ഇതുവരെയുള്ള വിസ്താരത്തിൽ നിന്നും വളരെ വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട്. 1. പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് പ്രിയങ്ക തന്നെ ആസൂത്രണം ചെയ്ത കാര്യങ്ങളാണ്. എന്നിട്ട് എങ്ങനെയാണ് രണ്ടിടത്തും ഒരുപോലെ പ്രത്യക്ഷപ്പെട്ടത്? പറ. ഉത്തരമില്ല? ഉത്തരം ഞാൻ പറയാം. വരുണുമായി വിവാഹം ഉറപ്പിച്ച പ്രിയങ്ക അന്ന് കതിർ മണ്ഡപത്തിലില്ലായിരുന്നില്ല. പകരം പ്രിയങ്കയുടെ മണവാട്ടി വേഷത്തിൽ നിങ്ങൾ കതിർ മണ്ഡപത്തിലേക്ക് അയച്ചത് ഈ രാധികയായിരുന്നു. വരുൺ താലി കെട്ടിയതും രാധികയെ തന്നെയാ. അത് നിങ്ങൾക്ക് വ്യക്തമായി അറിയായിരുന്നു. യുവർ ഓണർ, ദേവനാരായണൻ തിരുമേനിയുടെ ഭാര്യ യശോദയ്ക്ക് പോലും ഇക്കാര്യം അറിയാം. ഇപ്പൊ വരുണിന്റെ വീട്ടിലുള്ളവർക്കും ദേവനാരായണൻ തിരുമേനിയുടെ വീട്ടിലുള്ളവർക്കും പരിപൂർണമായും അറിയാം. മുഹൂർത്തം കഴിഞ്ഞ് വിവാഹമണ്ഡപത്തിലേക്ക് എത്തിയ പ്രിയങ്കയ്ക്ക് രാധികയിൽ നിന്നും അഴിച്ചെടുത്ത താലിയും അണിയിച്ച് വരുണിന്റെ വീട്ടിലേക്ക് അയക്കുകയായിരുന്നു. അയ്യോ, അങ്ങനെയൊന്നുമില്ല. വരുൺ എന്റെ പ്രിയങ്ക മോളെ തന്നെയാ കല്യാണം കഴിച്ചത്. ശരി, നിങ്ങളുടെ സമാധാനത്തിന് അങ്ങനെ ഒരു വാദം ഞാൻ സമ്മതിച്ചു തരാം. എങ്കിൽ ഈ ചോദ്യത്തിന് കൂടെ നിങ്ങൾ മറുപടി പറയൂ. പ്രിയങ്കയെ വീട്ടിൽ നിന്നും ഇവർ തട്ടിക്കൊണ്ടുപോയ ദിവസം, തട്ടിക്കൊണ്ടു പോകൽ കഴിഞ്ഞ് 4 മിനിറ്റുകൾക്ക് ശേഷം പ്രിയങ്കയുടെ ഫോണിൽ നിങ്ങൾ വിളിച്ചിട്ടുണ്ട്. 1 മിനിറ്റ് 46 സെക്കൻഡ് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു? അത് പിന്നെ ഉറക്കം വരാതെ കിടന്നപ്പോ ഞാൻ എന്റെ മോളെ ഒന്ന് വിളിച്ചു. എന്തായിരുന്നു ഉറക്കം വരാതിരിക്കാനുള്ള കാരണം? സംസാരിച്ചപ്പോ പ്രിയങ്ക പറഞ്ഞില്ലേ താൻ ഈ നാട്ടിൽ നിന്നും പോവുകയാണെന്ന്? പറഞ്ഞോ? അയ്യോ, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. മുത്തശ്ശി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അതിന്റെ ഒരു ക്വാളിറ്റി കാണിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. പ്രിയങ്കയും നിങ്ങളും സംസാരിച്ച കോൾ റെക്കോർഡ് എടുക്കാൻ എനിക്ക് നിസ്സാരമായി സാധിക്കും. അതിൽ നിന്നും പ്രിയങ്കയ്ക്ക് കൂട്ടുനിന്നെന്ന തെളിവ് കിട്ടിയാൽ പ്രിയങ്കയുടെ മരണത്തിന്, പ്രിയങ്കയെ കൊന്നതിനും നിങ്ങളായിരിക്കും ഒരുപക്ഷെ ഉത്തരവാദിയാവുക. അയ്യോ, ശിക്ഷിക്കപ്പെടുക. അയ്യോ, ഞാൻ സ്വന്തം പേരക്കുട്ടിയുടെ ദുർമരണത്തിൽ കരഞ്ഞു നിലവിളിച്ചിരിക്കുന്ന നിങ്ങളെ അതേ കുട്ടിയുടെ മരണത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യുന്നതും ശിക്ഷിക്കുന്നതും വിചിത്രമായൊരു സംഗതിയായിരിക്കും. കോടതിയുടെ മുമ്പിൽ നിങ്ങൾക്കറിയാവുന്ന സത്യങ്ങൾ പറഞ്ഞാൽ കോടതിയുടെ ആനുകൂല്യം ഒരു പക്ഷെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പറയ്.
സുകുമാരിയമ്മേ, വെപ്രാളം കാണിച്ചതുകൊണ്ടോ തളർന്നു വീഴാൻ ശ്രമിച്ചതുകൊണ്ടോ ഈ പ്രശ്നം അവസാനിക്കുന്നില്ല. ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. അത് പിന്നെ അവളൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയതാ. അത് പറഞ്ഞാൽ അവര് വിടില്ല എന്ന് തോന്നിയത് കൊണ്ടാ അവള് ഇവരോടൊന്നും. തട്ടിക്കൊണ്ടുപോകൽ നാടകം അവതരിപ്പിക്കാൻ പറഞ്ഞു. അതായത് മുത്തശ്ശിയും പേരക്കുട്ടിയും ചേർന്ന് 2 കുടുംബങ്ങളെ കൃത്യമായി വഞ്ചിച്ചു. യുവർ ഓണർ, ഈ കേസിന്റെ ഇതുവരെയുള്ള വിസ്താരത്തിൽ നിന്നും വളരെ വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട്. 1. പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് പ്രിയങ്ക തന്നെ ആസൂത്രണം ചെയ്ത കാര്യങ്ങളാണ്. 1. പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് പ്രിയങ്ക തന്നെ ആസൂത്രണം ചെയ്ത കാര്യങ്ങളാണ്. 2. പ്രിയങ്ക കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് രാധിക ഹോസ്പിറ്റലിൽ ദേവനാരായണൻ തിരുമേനിയുടെ അടുത്തായിരുന്നു. വരുൺ അയാളുടെ സ്വന്തം വീട്ടിലായിരുന്നു എന്നതിനും യുവർ ഓണർ കൃത്യമായ തെളിവുകളുണ്ട്. മൂന്ന്, പ്രിയങ്കയുടെ കൊലപാതകത്തിൽ കൃത്യമായ ഒരു അന്വേഷണം സിഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല.